വീണ്ടും ഇന്ത്യയുടെ കരുതൽ. ബ്രിട്ടീഷ് നാവികന് രക്ഷയായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രക്ഷകരാണ് ഇന്ത്യയുടെ നാവികസേന. സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ ഇടപെടൽ, ചൈന, പാകിസ്ഥാൻ തുടങ്ങിയവരുടെ പ്രകോപനം, ഈ സന്ദർഭങ്ങളിലെല്ലാം രക്ഷകരായി ഇന്ത്യൻ സേനയും എത്താറുണ്ട്. മറ്റു രാജ്യങ്ങളുടെ നാവികർക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭീഷണി ഉയർത്തുമ്പോൾ പാഞ്ഞെത്തിയവർക്ക് സംരക്ഷണം തീർക്കുന്നവരാണ് ഇന്ത്യൻ നേവി. ഇപ്പോഴിതാ സമയോചിതമായ ഇടപെടൽ മൂലം ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഒരു വിദേശ കപ്പലിലെ ബ്രിട്ടീഷ് നാവികനാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഇടപെടൽ മൂലം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. ദുബായിൽ നിന്നും ബ്രൂണയിലെ മുവാര തുറമുഖത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ആൻവിൽ പോയിന്റ് എന്ന കപ്പലിലെ നാവികനാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷയായത്. നടുക്കടലിൽ വെച്ച് നാവികൻ ഗുരുതരാവസ്ഥയിലായതോടെ ബ്രിട്ടനിലെ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ മുംബൈ MRCCക്ക് ഒരു അടിയന്തര സന്ദേശം അയക്കുകയായിരുന്നു. ബ്രൂണയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആൻവിൽ പോയിന്റ് എന്ന കപ്പലിലെ നാവികനായ കെനത്ത് ഹില്ലർ ഗുരുതരാവസ്ഥയിലാണെന്നും അടിയന്തര വൈദ്യസഹായം ആവശ്യമാണെന്നായിരുന്നു സന്ദേശം. സന്ദേശം ലഭിച്ച ഉടൻ തന്നെ മുംബൈ MRCC കപ്പൽ ലൊക്കേറ്റ് ചെയ്യുകയും കൊച്ചിയിലെ ഏകോപന കേന്ദ്രത്തോട് മെഡിക്കൽ എമർജൻസിക്ക് തയ്യാറാകാനായി നിർദ്ദേശം നൽകുകയും ചെയ്തു. നാവികന്റെ രോഗാവസ്ഥകൾ ചോദിച്ചറിഞ്ഞ ശേഷം മരുന്നുകൾ ക്രമീകരിക്കാനും പ്രഥമ ശുശ്രൂഷ നൽകാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് കേന്ദ്രത്തോട് മുംബൈ MRCC നിർദ്ദേശിച്ചു. തുടർന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലായ C-410 കപ്പൽ ഉടൻ തന്നെ ബ്രിട്ടീഷ് കപ്പലിന്റെ അടുത്തേക്ക് യാത്രയായി. സമയം വൈകാതെ ബ്രിട്ടീഷ് കപ്പലിന്റെ അടുത്തെത്തിയ C-410 ഉടൻ തന്നെ രോഗിയുമായി കൊച്ചി തുറമുഖത്തേക്ക് തിരിച്ചു. നിലവിൽ ബ്രിട്ടീഷ് നാവികൻ കൊച്ചിയിലെ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ്. 3 ഭാഗവും കടലുകളാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ സമുദ്ര സുരക്ഷയിൽ ഇന്ത്യ ഇപ്പോഴും മിടുക്കരാണ്. കൂറ്റൻ കപ്പലുകളിൽ എപ്പോഴും യുദ്ധസന്നാഹവുമായി നാവികസേന സമുദ്രത്തിന് കാവലാളാകുന്ന കാഴ്ചയാണുള്ളത്. ഇന്ത്യയുടെ ഈ സൈന്യം സ്വന്തം രാജ്യത്തിന് മാത്രമല്ല, കടൽ കൊള്ളക്കാരുടെ തോക്കിൻ മുനയിൽപ്പെട്ട അയൽ രാജ്യങ്ങൾക്കും രക്ഷകരായ ഒട്ടേറെ സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ളത്. വിവിധ ഓപ്പറേഷനുകളിലായി 27 പാകിസ്ഥാനികളും 30 ഇറാനികളുമടക്കം 100-ലധികം പേരെയാണ് ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയത്. ഓപ്പറേഷൻ സങ്കൽപ് ഉൾപ്പെടെയുള്ള അറബിക്കടലിലെ കടൽ കൊള്ള വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ 45 ഇന്ത്യക്കാരെയും 65 വിദേശ പൗരന്മാരെയും ഉൾപ്പെടെ 110 പേരെ രക്ഷിച്ചതായാണ് നാവികസേന വ്യക്തമാക്കിയിരിക്കുന്നത്. അറബിക്കടലിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 110 യുദ്ധക്കപ്പലുകൾ, P-8I നിരീക്ഷണ വിമാനം, സീഗാർഡിന്റെ ഡ്രോണുകളും വിന്യസിച്ചിട്ടുണ്ട്.